ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വീക്ക് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയാണ്. അമേരിക്കൻ മാർക്കറ്റിൽ ഇന്നലെ നല്ല സെൽ ഓഫാണ് കണ്ടത്. ഡൗ ജോൺസ് 3.98% താഴെ, അതുപോലെ തന്നെ S&P 500 4.84% താഴെ, നാസ്ഡാക്ക് 5.97% താഴെ, റസൽ 2000 6.55% താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. റസൽ 2000 ബെയർ മാർക്കറ്റ് ടെറിട്ടറിയിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ടോപ്പിൽ നിന്ന് 22.5% താഴെ വന്നിരിക്കുന്ന ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് പീക്കിൽ നിന്ന് 20% താഴെ പോവുകയാണെങ്കിൽ ബെയർ മാർക്കറ്റ് ടെറിട്ടറിയിലേക്ക് എൻ്റർ ചെയ്തുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പൊതുവെയുള്ള വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ നാസ്ഡാക്ക് നിയർ ബെയർ മാർക്കറ്റ് ടെറിട്ടറിയിലാണ്. 18.10% താഴെയാണ് ടോപ്പിൽ നിന്ന്. S&P 500 12.22% താഴെയാണ്. ഡൗ ജോൺസ് 10% താഴെയാണ്. അമേരിക്കൻ ജനതയ്ക്ക് $30 ബില്യൺ അധിക ഭാരം വരുന്നതാണ് പറയുന്നത് ട്രംപിൻ്റെ പുതിയ താരിഫ് ഇമ്പോസിഷൻ കൊണ്ട്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. ഒപ്പം ഇന്നലെ ഗോൾഡ്മാൻ സാക്സ്, അതുപോലെ തന്നെ മോർഗൻ സ്റ്റാൻലി, ബാങ്ക് ഓഫ് അമേരിക്ക ഒക്കെ പറഞ്ഞിരിക്കുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിലാണ് ഇന്നലെ അമേരിക്കയിൽ സ്റ്റോക്ക് സെൽ ഓഫ് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഒപ്പം 15 ബില്യൺ ഷെയർസാണ് ആവറേജ് ഡെയിലി ടേൺ ഓവർ അമേരിക്കയിൽ. അത് 20 ബില്യൺ ഷെയർസായിട്ട് ഉയരുന്നാണ് പറയുന്നത്. വലിയ ആക്ടിവിറ്റീസാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കമോഡിറ്റികളിലും നല്ല സെൽ ഓഫാണ് കണ്ടത്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് ജൂൺ ഫ്യൂച്ചേഴ്സ് $3116.5 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റെല്ലാ കമോഡിറ്റികളും ഇന്നലെ താഴെയാണ്. ഏറ്റവും കൂടുതൽ ക്രാഷ് ചെയ്തിട്ടുള്ളത് ബ്രന്റ് ക്രൂഡ് ഓയിലാണ്. അറൗണ്ട് 7.3% താഴെയാണ് പ്രീവിയസ് ഡേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഒപെക് പ്രൊഡക്ഷൻ കൂട്ടാണ്. ഒപ്പം താരിഫിൽ ക്രൂഡ് ഓയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം വലിയ രീതിയിലുള്ള ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രൈസ് താഴെ പോകുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിൽ വളരെ താഴെയാണ്. ഇന്ത്യനെ സംബന്ധിച്ച് ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് താഴെ വരുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ട്രംപിൻ്റെ താരിഫ് അനൗൺസ്മെൻറ്റുകളാണ്. എന്നിരുന്നാലും ഈ അനൗൺസ്മെൻറ്റുകളിൽ നിന്ന് വലിയ പെരുക്കില്ലാതെ രക്ഷപ്പെട്ടിട്ടുള്ളത് ഇലക്ട്രോണിക്സ്, ടെക്സ്റ്റൈൽസ്, ഫാർമസ്യൂട്ടിക്കൽസ്, അതുപോലെ തന്നെ റൈസ് എക്സ്പോർട്ടേഴ്സ്, ടെലികോം എക്യുപ്മെൻറ്റ് കമ്പനികൾ, ഇത്തരത്തിലുള്ള കമ്പനികൾക്കൊക്കെയാണ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള പ്രോസ്പെക്ട്സ് ഉള്ളത്. പക്ഷേ ഷിംബ് എക്സ്പോർട്ടേഴ്സിന്, കാർപ്പറ്റ് എക്സ്പോർട്ടേഴ്സിന്, ജുവല്ലറി എക്സ്പോർട്ടേഴ്സിന്, മെഡിക്കൽ ഡിവൈസസ് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചൊക്കെ സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. ടെക്സ്റ്റൈലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇമ്പോസ് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ ഇമ്പോർട്ടിൽ മേൽ നമ്മൾ 9 to 10% ആണ് ചാർജ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിന് നമ്മുടെ ഭാഗത്തുനിന്ന് നടത്തുന്ന ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിന് കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇല്ല. അതുപോലെ തന്നെ ട്രംപ് ഫാർമസ്യൂട്ടിക്കൽസ്, സ്റ്റീല്, അലുമിനിയം ഈ സെക്ടറിനൊക്കെ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നമുക്ക് മാർക്കറ്റിൽ കാണാം. അതേസമയം ചൈനയൊന്നും തന്നെ താരിഫ് മെഷേഴ്സിനോട് വലിയ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. അമേരിക്കയുടെ താരിഫ് മെഷേഴ്സിനോട് പ്രതികരിക്കില്ല എന്നാണ് ചൈനയൊക്കെ പറയുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഒപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്നത് താരിഫ് അനൗൺസ്മെൻറ്റുകൾ കഴിഞ്ഞു, ഇനി ഫർദർ ഉണ്ടാവില്ല. ഏതെങ്കിലും രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്മേൽ താരിഫ് കുറയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് റെസിപ്രോക്കൽ താരിഫ് കുറയ്ക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ജപ്പാൻ ഒഴികെ മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ ഇത്തരത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ സാധ്യതയില്ല എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അമേരിക്കൻ മാർക്കറ്റിൽ വീണ്ടും പല അനൗൺസ്മെൻറ്റുകളൊക്കെ അടുത്ത 10 ദിവസങ്ങളിലൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ പല താരിഫും വിഡ്രോവലോ അല്ലെങ്കിൽ റിഡക്ഷനൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസൊക്കെ നോക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് അവരുടെ ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിൽ നിന്ന് വലിയ രീതിയിലാണ് പിന്മാറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ചൈനീസ് ഡീപ് സീ കാർവണിന് ശേഷം ഡാറ്റാ സെൻറ്റർ സ്റ്റോക്കുകളൊക്കെ വളരെ താഴെ വന്നിരുന്നു. ഈ ന്യൂസും ഡാറ്റാ സെൻറ്റർ സ്റ്റോക്കുകളെ സംബന്ധിച്ച് അത്ര
പോസിറ്റീവ് ന്യൂസ് അല്ല. അതുകൊണ്ട് തന്നെ ഒന്ന് കോഷൻ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഡാറ്റ ലോക്കലൈസേഷൻ ഉള്ള കാരണം ഇന്ത്യയിലെ ഡാറ്റാ സെൻറ്റർ സ്റ്റോക്കുകളെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. ഇനി കമ്പനികളുടെ Q4 പെർഫോമൻസ് ഡാറ്റയൊക്കെ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. NBSEകൾ ബാങ്കുകളൊക്കെ നല്ല ഫിഗേഴ്സാണ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് മാർക്കറ്റ് താഴെ വരുമ്പോൾ ഈ സ്റ്റോക്കുകളിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. വേദാന്തയും അലുമിനിയം സിങ്കും ഹയസ്റ്റ് എവർ പ്രൊഡക്ഷനാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒപ്പം ഹിറ്റാച്ചി എനർജി, BHELന് അഡാനി എനർജി സൊല്യൂഷൻ്റെ ഇന്നൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ബിഗ് ഓർഡറാണ്. തീർച്ചയായിട്ടും ഈ രണ്ട് കമ്പനികളെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. അൾട്രാടെക് ഒരു പുട്ടി മേക്കറിയും കൂടി അക്വയർ ചെയ്യാണ്. തീർച്ചയായിട്ടും അൾട്രാടെക് ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ളൊരു കമ്പനിയാണ്. ഒപ്പം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിനൊന്നും തന്നെ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും താരിഫിൽ നിന്നോ മറ്റ് അനൗൺസ്മെൻറ്റുകളിൽ നിന്നോ ഒന്നും തന്നെ ഇല്ല. അതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ലോറസ് ഫാർമ 5000 കോടി രൂപ സ്പെൻഡ് ചെയ്യാൻ പോവാണ് ആന്ധ്രാപ്രദേശിൽ. കാപ്പെക്സ് ആണ് സാധാരണ രീതിയിൽ. ലോറസ് കാപ്പെക്സിന് ശേഷം 2-3 വർഷത്തിനുള്ളിൽ നല്ല രീതിയിൽ മുന്നേറാറാണ് പതിവ്. ഒപ്പം താരിഫ് ഇമ്പാക്റ്റ് ഒന്നും ഇല്ലാത്തൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയും കൂടിയാണ്. ലോറസിനെ സംബന്ധിച്ച് ഈ ന്യൂസ് പോസിറ്റീവാണ്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. നമ്മുടെ മാർക്കറ്റിൽ സെലക്റ്റീവായിട്ടുള്ള അപ്പോർഡ് മൊമെൻറ്റം കാണാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം ട്രംപ് അടുത്ത ദിവസങ്ങളിൽ താരിഫിൽ റിഡക്ഷനൊക്കെ വരുത്തുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റുകളും പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തേക്കാം. അതോടൊപ്പം തന്നെ ഗോൾഡ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ച പോലെ അറ്റ് എവരി റൈസിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഇന്നലെയും ഗോൾഡ് പ്രൈസിൽ നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റിയാണ് കണ്ടത്. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഗോൾഡിൽ നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് ഗോൾഡ് മാറാനുള്ള സാധ്യതകളാണ്. ലോങ് ടൈം ട്രെൻഡ് പോസിറ്റീവ് തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റ് കമോഡിറ്റികൾ നല്ല രീതിയിൽ താഴെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമോഡിറ്റി ഇമ്പാക്റ്റൊക്കെ ഗോൾഡിലും കണ്ടേക്കാം. ക്രൂഡ് ഓയിലിൻ്റെ കാര്യമാണ് നമ്മളൊന്ന് കണ്ണുവെക്കേണ്ടത്. ക്രൂഡ് ഓയിൽ നല്ല രീതിയിലാണ് ക്രാഷ് ചെയ്തിട്ടുള്ളത്. ഇനി ഗ്ലോബലി പ്രൊഡക്ഷൻ കൂടുകയാണ്, മറ്റ് എക്കണോമികളെല്ലാം തന്നെ റിസഷനിലേക്കൊക്കെ മാറുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും താഴെ വന്നേക്കാം. ഇന്ത്യനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ക്രൂഡ് ഓയിലാണ്. ഇന്ത്യനെ സംബന്ധിച്ച് ന്യൂസൊക്കെ പോസിറ്റീവാണ്. അപ്പം നമ്മുടെ മാർക്കറ്റിൽ ഫർദർ സെൽ ഓഫ് ഒന്നും വലിയ രീതിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. സെലക്റ്റീവ് ആയിട്ടുള്ള റിക്കവറി തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ Q4 റിസൾട്ടുകൾ, ആനുവൽ റിസൾട്ടുകൾ വരാനുണ്ട്. ഇതൊക്കെയാണ് മേജർ ഇവൻറ്റുകൾ മുന്നിലുള്ളത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.